ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡ്രസ്സ് നമ്മുടെ കൈമ കെട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അതിൻ്റെ അളവുകൾ എടുക്കാം, കറക്റ്റ് അളവെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ അധിക പേർക്കും സ്റ്റിച്ചിങ് അറിയണ്ടായിരിക്കും, പക്ഷേങ്കിൽ ഡ്രസ്സിൽ നിന്ന് അളവെടുത്തിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് അധിക പേർക്ക് അറിയുണ്ടാവില്ല. അതേപോലെ നമ്മൾ എന്താ പറയുക, ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ട് എങ്ങനെ ചെയ്യാം. അപ്പോൾ അതെല്ലാം നമുക്കിപ്പോൾ സ്റ്റിച്ചിങ് അറിഞ്ഞാൽ മാത്രം പോരല്ലോ, ഒരു ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അളവെടുക്കണം അതും കൂടി നമ്മൾ പഠിക്കണ്ടേ. അല്ലെങ്കിൽ എന്നും ഒരേ ലെവലിൽ നമ്മൾ അളവെടുത്തിട്ട് പോകും, ഇങ്ങനെ ഒരേ അളവിൽ തന്നെ അടിച്ചിട്ട് പോകും. അപ്പോൾ വ്യത്യസ്ത അളവിൽ നമ്മൾ അടിച്ച് ശീലിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മക്കളെ ഒരു ഫ്രോക്ക് എടുക്കുക. ഒരു ഫ്രോക്ക് എടുത്തതിന് ശേഷം ആദ്യം അതിൻ്റെ ഫുൾ ലെങ്ത്, അപ്പോൾ ഫ്രോക്ക് ആയിക്കോട്ടെ ഏതൊരു ഡ്രസ്സ് ആയിക്കോട്ടെ നമ്മുടെ കൈമ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ലെങ്ത്ത് ഫസ്റ്റ് കാണണം. ഫുൾ ലെങ്ത്ത് എന്ന് വെച്ചാൽ ഇതാ ഷോൾഡർ തൊട്ടിട്ട് താഴെ വരെയുള്ള ലെങ്ത്താണ് ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഞാൻ അളവെടുക്കുന്നത് നോക്കിയേ, ഞാൻ കാണിച്ചു തരാം. ആദ്യം ഷോൾഡറിൻ്റെ നടുക്കായിട്ട് ഇതാ ടാപ്പ് ഇങ്ങനെ വെക്കുക. നമ്മളവിടെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, ഷോൾഡർ അറ്റാച്ച് ചെയ്ത ഭാഗം അവിടെ സ്റ്റിച്ച് ചെയ്ത വശത്തായിട്ട് ടാപ്പ് വെക്കുക. എന്നിട്ടിതാ താഴെ വരെയുള്ള ലെങ്ത്താണ് ഫുൾ ലെങ്ത്ത്. അതിപ്പോൾ ഇതാ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ കറക്റ്റ് വലിക്കൊന്നും ചെയ്യാതെ തന്നെ കറക്റ്റ് അളവെടുക്കണം. അപ്പോൾ നമ്മൾ അളവെടുക്കേണ്ട ഡ്രസ്സ് എന്ന് വെച്ചാൽ നല്ല വൃത്തി തന്നെ വിരിച്ച് വെക്കുക. എന്നിട്ട് അളവെടുക്കുക. ഇതാ നോക്കിയേ എത്രയാണ് വന്നതെന്ന് വെച്ചാൽ ഫുൾ ലെങ്ത്ത്. ഇതെൻ്റെ മോളെ പഴയൊരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അടിക്കുന്ന അളവെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഇതാ ഇതിന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ 27 ഇഞ്ചാണ് ഫുൾ ലെങ്ത്ത്. അപ്പോൾ ഇത് അടിച്ച് കിട്ടേണ്ട അളവാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് ഇതിൻ്റെ 27ൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് എക്സ്ട്രാ ചേർക്കണം. അത് ഞാൻ അടിക്കുന്നതിൽ പറയുന്നുണ്ട്. ഇനി അടുത്ത് ഷോൾഡർ അതേപോലെ തന്നെ ഒന്ന് ചുളിക്കുകയോ വിടർത്തി പിടിക്കുകയോ ഒന്നും ചെയ്യാതെ വെച്ച് അതേ ലെവലിൽ തന്നെ അളവെടുക്കുക. ആ ഒരു ഷോൾഡർ തൊട്ട് മറ്റേ ഷോൾഡർ വരെയാണ് അളവെടുക്കേണ്ടത്. അപ്പോൾ അതാ ഷോൾഡർ നോക്കിയേ 9 ഇഞ്ച്. അപ്പോൾ കറക്റ്റ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് ഈ 9 ഇഞ്ച് കിട്ടണം നമ്മൾ ഷോൾഡറും. അതേപോലെ ഫുൾ ലെങ്ത്ത് 27 ഇഞ്ചും കിട്ടണം. ഇനി അടുത്ത വേണ്ടത് വെച്ചാൽ ബോഡി ലെങ്ത്താണ്. നമ്മളിപ്പോൾ 2 പാർട്ടായിട്ടല്ലേ ഇത് ചെയ്യുന്നത്, ബോഡി പാർട്ടും ഉണ്ട് സ്കേർട്ട് പാർട്ടും ഉണ്ട്. ഇപ്പോൾ ബോഡി ലെങ്ത്ത് നോക്കി ഷോൾഡർ തൊട്ടിട്ട് അയ സ്റ്റിച്ച് ചെയ്ത ബോഡി സ്കേർട്ടുമായിട്ട് സ്റ്റിച്ച് ചെയ്തില്ല ആ ഒരു വശം വരെയാണ് ബോഡി ലെങ്ത്ത്. അത് 9 ഇഞ്ചാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം തയ്ച്ച് കഴിഞ്ഞ് ഈ ഒരു കറക്റ്റ് അളവ് നമുക്ക് കിട്ടണേ. ഇനി നെക്സ്റ്റ് വേണ്ടത് വെച്ചാൽ നമ്മൾ ചെസ്റ്റ് റൗണ്ട്, അത്യാവശ്യം വേണ്ട റൗണ്ടാണ്. ഇതെല്ലാം ഈ മെയിനായിട്ടുള്ള അളവുകളാണ് ഇതെല്ലാം. അപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ ഈ ഒരു അളവെല്ലാം ഉണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് അതേ അളവിൽ തന്നെ ഈ ഒരു ഡ്രസ്സ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും. ഇതാ ആ ഒരു കോർണർ തൊട്ട് ഇപ്പുറത്തെ കോർണർ വരെയുള്ള അളവാണ് ചെസ്റ്റ് റൗണ്ട്. അത് 12 ഇഞ്ചാണ് വന്നത്. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് ആയിട്ടില്ല കേട്ടോ, ഒരു വശം 12 ഇഞ്ച്. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വശം കൂടി അല്ലൊരു ചെസ്റ്റ് റൗണ്ട് ആവുക. 12 × 2 24 ഇഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് എടുക്കേണ്ടത് അളവുകളെല്ലാം കറക്റ്റ് എടുക്കണം. ഇനി അടുത്തത് വേസ്റ്റ് റൗണ്ടാണ്. ഏതാ വേസ്റ്റ് റൗണ്ട് എന്ന് വെച്ചാൽ ഇതാ ബോഡി പാർട്ടിൻ്റെ അവിടെ നിന്ന് നമ്മൾ സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്യുന്ന വശമില്ലേ, അതാണ് വേസ്റ്റ് റൗണ്ട്. അത് നോക്കിയാൽ കറക്റ്റ് എടുക്കുന്നത് 11 ഇഞ്ചാണ് വന്നത്. അപ്പോൾ ചെസ്റ്റ് റൗണ്ടിനേക്കാൾ കുറവായിരിക്കും ഇത് 11 ഇഞ്ച്. അതും അങ്ങനെ തന്നെ വേസ്റ്റ് റൗണ്ട് ആയിട്ടില്ല. 11 × 2 22 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആം ഹോൾ നോക്കാം. ഇതാ നോക്കിയേ, ടേപ്പ് ആദ്യം ഷോൾഡറിൽ നിന്ന് നേരെ താഴ്ത്തി വെച്ച് എന്നിട്ട് ആ കോർണറിന് നേരെ വരുന്ന അളവാണ് അതിൻ്റെ ആം ഹോൾ. അപ്പോൾ നമുക്കിപ്പോൾ അത് പെട്ടെന്ന് തിരിയണമെങ്കിൽ ഒരു പെൻസിലോ പെന്നോ വെച്ചിട്ട് നേരെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും എത്രയാണ് അതിൻ്റെ ആം ഹോൾ എന്നുള്ളത്. അല്ലെങ്കിൽ ഇതാ വേറൊരു വഴി എന്ന് വെച്ചാൽ ടാപ്പ് ഇങ്ങനെ വെച്ചു അതിൻ്റെ നേരെ വന്നു കഴിഞ്ഞാൽ ഈ ടാപ്പ് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇതാ മടക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ കറക്റ്റ് മടക്കി കഴിഞ്ഞാൽ ആ കോർണറിന് വരുന്ന അളവാണ് അതിൻ്റെ ആം ഹോൾ. അപ്പോൾ ഓരോ ഡ്രസ്സിന് വ്യത്യസ്തമായ അളവായിരിക്കും. ഇതൊരു 4 വയസ്സ് ആ ഒരു പ്രായമുള്ള കുട്ടീൻ്റെ ഒരു ഫ്രോക്കാണ് കേട്ടോ. ഇതാ നോക്കി 5.2 ഇഞ്ചോളം വരുന്നുണ്ട്. അപ്പോൾ ആം ഹോൾ എടുക്കുന്ന അതേ അളവിൽ തന്നെ നമുക്ക് ഡ്രസ്സിൽ എടുക്കാവുന്ന നമ്മൾ സ്റ്റിച്ച് ഇതാക്കൂലേ, കട്ട് ചെയ്യൂലേ, അന്നേരം ഈ കറക്റ്റ് അളവ് തന്നെ എടുക്കുക. എന്ന് വെച്ചാൽ ഷോൾഡർ നിന്ന് അരയിഞ്ച് പോയാലും താഴെ നമ്മൾ മടക്കി എടുക്കുന്ന അരയിഞ്ച് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഈ കറക്റ്റ് ഈ അളവ് തന്നെ നമുക്ക് എടുക്കാം. അതിൽ കൂട്ടോ കുറക്കോ ഒന്നും ചെയ്യേണ്ടിയില്ല. ഇനി അടുത്തത് നെക്ക്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നെക്ക്. നമുക്ക് വലിച്ചു പിടിക്കുകയോ അതേ ചുളിക്കുകയോ ഒന്നും ചെയ്യുന്നത് കറക്റ്റ് വെച്ചിട്ട് അളവെടുക്കുക 6 ഇഞ്ച്. പക്ഷേങ്കിൽ ഇത് തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും 6 ഇഞ്ചോ അതിൻ്റെ തയ്യൽ തുമ്പ് മറ്റേ 6.5 ഇഞ്ചൊന്നും ഒരിക്കലും മാർക്ക് ചെയ്യരുതേ. അപ്പോൾ നെക്ക് മലർന്നു പോകും. ഇതിപ്പോൾ 6 ഇഞ്ച് വളരെ കൂടുതലാണ്, ബോട്ട് നെക്കാണിത്. അപ്പോൾ ഒരു 5.5 ഇഞ്ച് നമുക്കിതിൽ തുണിയിൽ മാർക്ക് ചെയ്യാം. 6 ഇഞ്ച് കിട്ടുമെങ്കിൽ 5.5 ഇഞ്ച്. അപ്പോൾ കാല് തയ്യൽ തുമ്പായിട്ട് പോകുന്ന വശമാണ്. അപ്പോൾ തയ്യൽ തുമ്പ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൂട്ടിയെടുത്തിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ പറയും, പക്ഷെ അത് കൂട്ടിയെടുക്കേണ്ടതില്ല. തയ്യൽ തുമ്പ് നമ്മൾ മടക്കി കഴിഞ്ഞാൽ നെക്കിൻ്റെ വിഡ്ത്ത് കൂടും. ഇനി ഇതാ നെക്ക് ലെങ്ത്ത് നമ്മളിപ്പോൾ എത്രയാണ് വരുന്നത് നോക്കിയേ. ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് എടുത്ത് നമ്മളിപ്പോൾ ആം ഹോൾ ചെയ്തിട്ടില്ലേ, അതേപോലെ തന്നെയാണ് നെക്ക് ലെങ്ത്ത് നമ്മൾ നോക്കേണ്ടത്. ഇതാ ഷോൾഡറിൽ നിന്ന് താഴോട്ട് എടുത്തതിന് ശേഷം ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇപ്പോൾ ഫ്രണ്ട് മടക്കി, ഇപ്പോൾ ബാക്ക് നെക്കാണ് എടുക്കുന്നത്. ബാക്ക് നെക്ക് 2, അതേപോലെ ഫ്രണ്ട് ഞാൻ 3 എടുത്തത്. സംസാരത്തിൻ്റെ ഇടയിൽ അതൊന്നും പറയാൻ വിട്ടുപോയി. 3 കിട്ടി. അപ്പോൾ നെക്ക് ലെങ്ത്തും ഈ സെയിം തന്നെ എടുക്കുക. എന്താ വെച്ചാൽ ഷോൾഡറിൽ നിന്ന് പോയി കഴിഞ്ഞാൽ താഴെ മടക്കുന്നേരം കിട്ടും. ആം ഹോളും നെക്ക് ലെങ്ത്തും കറക്റ്റ് എടുക്കുക. അപ്പോൾ നെക്ക് വിഡ്ത്ത് എപ്പോഴും
കുറച്ച് 1/4 ഇഞ്ചോളം കുറച്ചെടുക്കുക. ഇവിടെ എടുത്ത അളവുകളെല്ലാം തന്നെ ആദ്യം തന്നെ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എന്നിട്ട് നമുക്ക് തുണിയിലേക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട മുഴുവൻ കൂട്ടുകാർക്കും വലിയ താങ്ക്സ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.